ലിറ്റിൽ ഹാർട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. കാക്ക വയറ് ബുദ്ധിമുട്ടായിട്ട് കാക്കാക്ക്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സ്നാക്സ് ആണ് മേടിച്ചേ എന്ന് നോക്കാം. നമുക്ക് വേണ്ട വെള്ളം ഫ്ലാസ്കിലുണ്ട്. എനിക്ക് ചിക്കൻ റാപ്പ് വേണം. ഫ്രൂട്ടി വേണ്ട. ഞാനിവിടുന്ന് ഒരു ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചധികം സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇരിക്കുന്ന ചിക്കൻ റാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 7-8 മിനിറ്റ്സ് അവർ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്ത്. നമ്മുടെ അടുത്ത് അത്രയും നേരം നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചധികം സ്നാക്സ് മേടിച്ചെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പൈസ മാത്രമായിട്ട് അവിടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ലിറ്റിൽ ഹാർട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അന്ന് ഇതേപോലെ കുക്കീസ് പൊട്ടിച്ചിട്ടാട്ടോ നമ്മള് വീണത്, അല്ല ചായ കാമുന്നത്. എന്നിട്ട് നമ്മുടെ പ്രധാന കലാപരിപാടി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ മഞ്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 മഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരെണ്ണം കഴിക്കണത് വീഡിയോ എടുത്തോളൂ. 2 മഞ്ച് കഴിക്കണത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പുറത്തേക്ക് പോണ ദിവസങ്ങൾ ഞാൻ എൻ്റെ ഡയറ്റിനെ പറ്റിയിട്ട് ഒന്നും ആലോചിക്കാറില്ല കേട്ടോ. വെറുതെ എന്തിനാന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ മനസ്സിനെ വിഷമിപ്പിക്കണം. പിന്നെ ഈ ഒരു നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാക്ക വയറ് ബുദ്ധിമുട്ടായിട്ട് കാക്കാക്ക്. വീഴുവോ? നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം കേട്ടോ. ചിക്കൻ റാപ്പ് മേടിക്കാൻ പറ്റാണ്ടിരുന്നപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ ഈ നൂഡിൽസ് കിട്ടി ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ വിഷമമൊക്കെ മാറി. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പ്ലെയിൻ നൂഡിൽസ് ആദ്യമേ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതാരണം കൊണ്ട് സാധാരണ നൂഡിൽസ് ഒരു കപ്പിലിട്ട് തന്നെ അത്രയാണ് ഉള്ളൂ വ്യത്യാസം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ വിശന്നിരുന്നോണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാഗി ഇഷ്ടമാണ് ഭയങ്കര. നമ്മളാ കാശ്മീർ പോയപ്പോ തൊട്ട് കഴിച്ചോണ്ടിരുന്നതാ. ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് നോക്കി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും അടുത്തിരിക്കുന്ന ആൾ ഇതേ അടുത്ത ഐറ്റം പൊട്ടിച്ചിട്ടുണ്ട്. അത് റോസ്റ്റഡ് പീനട്ട് ആയിരുന്നു കേട്ടോ. അത് കാക്കാക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. എനിക്ക് ഇഷ്ടമല്ല ആ സംഭവം, അതുകൊണ്ട് ഞാൻ കഴിച്ച് ടേസ്റ്റ് പോലും നോക്കിയില്ല. കാക്കാക്കുള്ളത് മറ്റേ ഈ സംഭവം ആ ലിറ്റിൽ ഹാർട്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ എൻ്റെ ആട്ടാ കേട്ടാ. നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റം പൊട്ടിച്ച് നോക്കാം. ഞാൻ ഈ പ്രാവശ്യം ബ്ലൂ കളർ ലേസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്ഥിരം പച്ച ലേസി തന്നെയായിരുന്നു ഞാൻ കുടുങ്ങി നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ലേസ് കടിക്കുമ്പോൾ കിട്ടണ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലത്തെ സൗണ്ട് പിന്നെ ലേസും അത്ര ഫേവറേറ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കവറൊക്കെ തുറന്നു നോക്കും. ഇനി എന്തൊക്കെ ഉണ്ട് ബാക്കി, തീരാറായോ, ഇനി മേടിക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സുഖം, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഇത് ഞാൻ തംബ്നെയിലിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അപ്പുറത്തിരുന്ന് കക്ക പറയാണ്ട് ഭട്ടിഷമാണ് ഗൈസിന്. പക്ഷെ നമ്മളിതൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ പാടില്ല, മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കിറ്റ്കാറ്റ് ചോക്ലേറ്റ് ആട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നല്ല ക്രേവിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാരണം കൊണ്ട്. പക്ഷെ ഞാനിത് നല്ല കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കണത്. ഇപ്പോൾ കഴിക്കണോ അത് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ വേണ്ട ഇപ്പം തന്നെ കഴിച്ച് ഒഴിവാക്കാമെന്നോർത്ത്. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് മാറിയിട്ട് എനിക്ക് ഡയറ്റിൻ്റെ പ്രാന്ത് കയറിയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അപ്പം തന്നെ കഴിച്ച് ഒഴിവാക്കാം കേട്ടോ. ഒരുപാട് വലിയത് കിറ്റ്കാറ്റൊന്നും അല്ലായിരുന്നു. അത് 3 ബാർ ആകെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇക്കാക്കടുത്ത് ചോദിച്ച് വേണമെന്ന്. അപ്പം ഇക്കാക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടും എൻ്റെ വയറിൽ വേണ്ട സ്ഥലമുള്ളത് കൊണ്ടും ഞാൻ തന്നെ അത് കഴിച്ചു. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഓരോരോ സന്തോഷങ്ങൾ.
ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് മേടിക്കാനും എനിക്ക് കഴിക്കണതിന് മുന്നെയൊക്കെ ഭയങ്കര ഉത്സാഹവും ആവേശവും ഒക്കെ കൂടുതലാണ്. അത് കഴിച്ച് കഴിയുമ്പോഴാണ് അയ്യോ ഡയറ്റ് പൊട്ടിയില്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കഴിച്ച് പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമം. പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് ആ വിഷമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം എനിക്ക് നല്ല ആവേശവും ഉത്സാഹവും കൊതിയും എല്ലാം കൂടെ ഒരു മിക്സഡ് ഇമോഷനാട്ടോ. ഇനി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇരിപ്പുണ്ട്, അതാണ് സഹിക്കാൻ പറ്റൂലാത്ത. ലാസ്റ്റ് ഐറ്റം നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സ് ആട്ടോ. പക്ഷെ ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതല്ല, ഇക്കാക്കാക്ക് വേണ്ടി മേടിച്ചതായിരുന്നു. ഞാൻ അതും കൂടെ കഴിച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അത് എടുത്തപ്പോഴാണ് ഞാൻ ആ നഗ്നായ സത്യം ഞാൻ തിരിച്ചറിയണത്. ഇനി എൻ്റെ വയറിൻ്റെ ഉള്ള സ്ഥലമല്ല എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ കഴിച്ചത് മൊത്തം പുറത്തേക്ക് തന്നെ പോരും. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ആ നേരത്തെ പറഞ്ഞ കുറ്റബോധത്തിൻ്റെ ഇരിപ്പാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.